ഒരു ഇടനാഴിയിലൂടെ ഇയാൾ നടന്നു വന്നു. അങ്ങേയറ്റത്തൊരു പുലി വന്നു നിന്നു. ഈ വന്നു നിന്ന ആൾ പേടിച്ച് തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് സുനാമി വന്ന് ഇതെല്ലാം എടുത്തിട്ട് പോയി എന്നൊക്കെ പറയും. സ്ക്രിപ്റ്റിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. എൻ്റെ വിയേർഡായിട്ടുള്ള ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇമാജിനേഷനിൽ എനിക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതൊന്നും കാണിക്കേണ്ട ചിലപ്പോൾ സംവിധായകന് മറ്റൊരു തരത്തിൽ ഇത് പറയാൻ പറ്റും. സ്ക്രീൻ പ്ലേ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണല്ലോ. അതിനപ്പുറത്തേക്കൊന്നുമില്ല താനും സ്ക്രീൻ പ്ലേ. നമ്മളെടുത്ത് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ. സ്വാഗതം അജയ് രാഹുൽ. താങ്ക് യു. അതിരൻ എന്ന് പറയുന്ന സിനിമയുടെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ. പടയോട്ടത്തിൻ്റെ ഒറിജിനൽ സ്റ്റോറി റൈറ്റർ ആൻഡ് സ്ക്രീൻ പ്ലേ. ഈ ഡയറക്ടറിൻ്റെ എന്ത് തരം പടം എന്നുള്ള ചോദിക്കുന്ന പുള്ളിക്കാരൻ്റെ പ്രിയദർശൻ പടം തുടങ്ങുന്ന സമയത്ത് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. 2018 പ്രളയം വരുന്നു. അതങ്ങോട്ട് നീണ്ടങ്ങോട്ട് പോയി. പിന്നെ ആ പടം ഷെൽഡായി. ഇപ്പം കാണുന്ന അതിരിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിരുന്നു പടം. ഇപ്പം കാണുന്ന അതിരിനേക്കാളും ഗംഭീരമായൊരു അതിരനാണ് PF മാത്യു സാർ എഴുതി വെച്ചിരുന്നത്. എൻ്റെ എഴുത്ത് അതിനെ നന്നാക്കിയിട്ടില്ല. മൂപ്പർ എഴുതിയ സ്ക്രിപ്റ്റിനെ നന്നാക്കിയിട്ടില്ല. അതിനെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതിലൊരു ഭയങ്കര വിഷമമുണ്ട് അതിരെന്ന് പറഞ്ഞൊരു സിനിമയിൽ. രണ്ടും പൊട്ടിയ പടമല്ല, രണ്ടും കാശ് കിട്ടിയ പടം തന്നെയാണ്. നമ്മൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറേ സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കലി റൈറ്റിംഗ് തുടങ്ങേണ്ടതാണ്. അത് പറഞ്ഞ പോലെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് പറയേണ്ട ഒരു കാര്യമാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അജയ് ഓൾറെഡി അതിരൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയലോഗ് റൈറ്ററാണ്. അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് അഡീഷണൽ ഡയലോഗ് റൈറ്റർ. കറക്റ്റ് മീ ഇഫ് അഡീഷണൽ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ്. അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ 2016 പടയോട്ടം വരുന്നത്. പടയോട്ടം എന്ന് പറഞ്ഞാൽ 2018 പടയോട്ടം വരുന്നത്. പടയോട്ടത്തിൻ്റെ ഒറിജിനൽ സ്റ്റോറി റൈറ്റർ ആൻഡ് സ്ക്രീൻ പ്ലേ. കൂടെ എനിക്ക് തോന്നുന്നു രണ്ടുപേരാണ്. അപ്പൊ ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു എഴുതിയ പടങ്ങൾ. ഇത് രണ്ടും എഴുതിയതിൽ ഇറങ്ങിയ പടങ്ങൾ ഇത് രണ്ടുമാണ്. ഓക്കെ, പടമുണ്ട്. അതെ. അപ്പൊ ഷെൽവുഡായ പടത്തിനെ കുറിച്ച് കേൾക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. അതിന് മുമ്പ് അതിൻ്റെ ഡയറക്ടറിന് വേണ്ടിയിട്ട് എഴുതിയ പടമാണ്. അതിൽ ഈ പറയുന്ന എൻ്റെ കൂടെ പടയോട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന റൈറ്റേഴ്സിൽ ഒരാളുണ്ട്, അരുണും എൻ്റെ കൂടെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഷൂട്ട് തുടങ്ങി ആണെങ്കിലും അല്ലെങ്കിലും എന്നാണ് പേരുണ്ടായിരുന്നത്. അത് 2018 പ്രളയത്തിന് തൊട്ട് മുമ്പ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഫഹദായിരുന്നു നായകൻ. ഫഹദും ഷറഫുദ്ദീനും പിന്നെ മദ്രാസിലൊക്കെ ഉണ്ടായിരുന്ന നായികയില്ലേ, മദ്രാസ് എന്ന് പറഞ്ഞ സിനിമയുടെ നായിക കാത്രിൻ ആയിരുന്നു നായിക. പിന്നെ ശാന്തി കൃഷ്ണ, രഞ്ജി പണിക്കർ സാർ. അങ്ങനെ ഒരു വലിയ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയുള്ള ഈ മിസ്റ്റേക്കൻ ഐഡന്റിറ്റി ഒക്കെ അത് ഒരു തനി പ്രിയദർശൻ പടം. അത് ഈ ഡയറക്ടറിന്റെ കൃത്യമായ എന്ത് തരം പടം എന്നുള്ള ചോദിക്കുന്ന പുള്ളിക്കാരല്ല പ്രിയദർശൻ പടം എന്തായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പടങ്ങളും ഇല്ല എന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുത്ത പ്രിയദർശൻ മോഹൻലാൽ സിനിമകളുടെ ആരാധകനാണ് വിവേക് എന്ന് പറഞ്ഞ സംവിധായകൻ. അപ്പം അത് റിക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഹൊമാഷ് പോലെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഒന്നും അപ്പം ഫിക്സ് ആയിട്ടില്ല. എഴുതി തുടങ്ങുന്ന സമയത്ത് ഫഹദിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറുണ്ട്, രാജു മല്യത്ത് എന്ന് പറഞ്ഞ രാഗ മൂവീസിൻ്റെ പ്രൊഡ്യൂസറുണ്ട്. ഫഹദിന് കഥ അറിയാം, ഫഹദ് ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് വെച്ചാൽ അതിനൊരു ലോഗ് ലൈൻ മാത്രമാണ് ഫഹദിന് അറിയാം. അപ്പോൾ ഞങ്ങളിത് വർക്ക് ചെയ്ത് തുടങ്ങുന്നു. ഇതൊരു വലിയ ബാധ്യതയാണ് എടുത്തു വെച്ചതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അതിൽ പേടിക്കാണ്ട് ഇങ്ങനെ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടല്ലോ ഇത് തന്നെ, അത് പഴയ ലാലേട്ടൻ മുകേഷ് കോംബോ, ആ സാധനം അത് വേണം, കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മറ്റൊരു ആക്ടറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പെർഫോം ചെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിവേകാണെങ്കിലും പറയുന്ന സമയത്ത് ഇതിങ്ങനെ ഇത് രസമുണ്ടാവും, നമുക്കിതിങ്ങനെ ചെയ്യാം. അങ്ങനെ ഇത് ഞങ്ങൾ എഴുതി തുടങ്ങുന്നതിന് വെച്ചാൽ ഇങ്ങനെ വലുതാവാൻ തുടങ്ങി. അത് മിസ്റ്റേക്കൻ ഐഡൻറ്റിറ്റി ആണ് ഇതിനകത്ത്. ഈ പറയുന്ന കോമഡി ഓഫ് എറേഴ്സ് ആണ്. അപ്പോഴേക്കും ഈ കോമഡി ഓഫ് എറേഴ്സും കൂടി പറയുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയേണ്ട ഇത് വലുതായിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ വലിപ്പം പുതിയ കഥാപാത്രങ്ങൾ വരുന്നു. അവർ തന്നെ വന്ന് കയറി കസേര ഇട്ടിരുന്നു. അവർ കഥ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയി.
അങ്ങനെ ഒരു 2 ഡ്രാഫ്റ്റ് ഒക്കെ തീർന്ന് രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ഒക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഫഹദിനോട് ഇത് ഒരിക്കലൊരു ഫഹദിന് സ്ക്രിപ്റ്റ് കൊടുക്കണു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നീണ്ടുപോയി. അന്ന് സണ്ണി വെയിൻ ആയിരുന്നു രണ്ടാമത്തെ ഹീറോ ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം പിന്നീട് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 1-2 മാസത്തിന് ശേഷം രണ്ടാമത് സ്ക്രിപ്റ്റ് ഈ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്ത സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്, ആ ഡ്രാഫ്റ്റ് വായിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ബോറായിട്ട് തോന്നി പലയിടത്തും. അപ്പോൾ ഒരു ദിവസം ചായ കുടിക്കാൻ ഞങ്ങൾക്ക് തന്നെ തോന്നി. അപ്പോൾ ഒരു ദിവസം വിവേകും അരുണും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഞാനും അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു എന്ന് വിവേക് പറയുന്ന സമയത്ത് ഞാനത് ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു, ഒരുപാട് പ്രശ്നമുണ്ട് വിവേക് എന്ന് പറഞ്ഞു. അത് തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്, നമുക്ക് നാളെ തന്നെ തിരിച്ചെഴുതാം. അങ്ങനെ വീണ്ടും തിരുത്താൻ എഴുതി. അപ്പം അത് ശരിക്കും ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. നമ്മൾ ഒന്ന് സാധനം ചെയ്ത് തീർത്ത് നമ്മൾ അതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം കണ്ടിട്ടില്ല. 2 മാസത്തിന് ശേഷം വായിക്കുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളെ കാണാനുള്ളൂ. ഇതായിരുന്നു ആദ്യത്തെ പടാവേണ്ടത്. ഇതായിരുന്നു ആദ്യത്തെ പടാവേണ്ടത്. ഓക്കെ. അതിനുശേഷം ഇത് എഴുതി തുടങ്ങിയപ്പോൾ പടയോട്ടം പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് എഴുത്ത് സ്റ്റാർട്ട് ചെയ്യണു. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പടയോട്ടം വന്നു. അപ്പോൾ പിന്നെ പടയോട്ടത്തിലേക്ക് ഇരുന്നു. പടയോട്ടം നന്നായിട്ട് എഴുതാൻ പറ്റിയതും ഇത് ഒരു കാരണമാണ്. എന്നുവെച്ചാൽ ഇതിൽ ഈ എഴുത്ത് ഇങ്ങനെ തുടരെ നടന്നതുകൊണ്ടും കൂടിയാണ്. അതിങ്ങനെ പേപ്പർ മേനെ മുട്ടിക്കഴിഞ്ഞ സാധനം വരുന്ന ഒരു രീതിയിൽ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി. എനിക്ക് തോന്നുന്നു ഈ ആണെങ്കിലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സിനിമയുടെ 12-15 ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതിൽ അത് മൂലകഥ വച്ചിട്ട് ഏതാണ്ട് 3 ഡിഫറെൻറ്റ് കഥകളും വന്നിട്ടുണ്ട്. ക്ലൈമാക്സുകളിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ആണ് ഞാൻ പറയണത്. അങ്ങനെ വന്നിട്ടുണ്ട്. അവസാനം ഒരു സാധനത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഓക്കെ, ഇതാണ് പടം, ഇനി എന്തെങ്കിലും ചെയ്താൽ അത് നാശമാവും. അങ്ങനെ ഞങ്ങൾ ഷൂട്ട്. അപ്പോൾ ആ സമയത്ത് ഫഹദ് അൻവർ റഷീദിൻ്റെ ട്രാൻസ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസിന് ഞങ്ങൾക്ക് ഡേറ്റ് ആവുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഷൂട്ടും കൂടെ ഉണ്ട്. അതിനുവേണ്ടി മൂപ്പര് താടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പടത്തിൽ താടി വേണ്ട, ക്ലീൻ ഷേവ്. പുള്ളി ഒരു മെട്രോസെക്ഷുവലാണ്. അപ്പം അതിന് താടി വേണ്ട. അപ്പം മറ്റേ ആ ഒരു ദിവസം ഷൂട്ടും കൂടെ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങനെ ഇരുന്നു, വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കുറേയധികം ഷൂട്ട് ചെയ്യേണ്ടത്, വേറെ കുറേ 4 പ്രണയങ്ങൾ പറഞ്ഞു പോകുന്ന, പല കാലഘട്ടത്തിലെ 4 പ്രണയങ്ങൾ കഥ പറഞ്ഞു പോകുന്നൊരു കഥയായിരുന്നു. അപ്പോൾ ഈ താടി ഇല്ലാണ്ട്, അപ്പോൾ ഇതിന് മുമ്പ് തന്നെ പടയോട്ടം ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പം എഴുത്തും കഴിഞ്ഞു ഷൂട്ടും കഴിഞ്ഞു. പടം റിലീസാകാൻ പോണേ ഉള്ളൂ. അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്തേക്ക് മറ്റേ ഫാദിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ ഷൂട്ട് കഴിയണം. അപ്പോൾ ബാക്കിയുള്ളത് വെച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 18 ദിവസം മൊത്തത്തിൽ അതിന് വേണ്ടി ഷൂട്ട് പരിപാടിയായിട്ട് വേണ്ടി. അപ്പോൾ മഴയൊക്കെ ആയിട്ട് പലയിടത്തും പല ദിവസങ്ങളിൽ ഷൂട്ട് നടന്നില്ല. അപ്പോൾ ഫാദ് ഇതിനിടയിൽ ഈ താടി വച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പടം ചെയ്തു, വരുത്തനും ഈ മഴ കാരണം ഡേറ്റ് നീണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകണം. ഇനി അത് കഴിഞ്ഞിട്ട് വന്ന് പടം ചെയ്യാമെന്ന് തീരുമാനിച്ച സമയത്ത് 2018 പ്രളയം വരുന്നു. അതങ്ങോട്ട് നീണ്ടങ്ങോട്ട് പോയി. പിന്നെ ആ പടം ഷെൽഡായി. അതിനുശേഷം പിന്നീട് അതിന് ഒരു 6 മാസത്തിന് ശേഷം 4 മാസത്തിന് ശേഷം ഫഹദ് വിളിച്ചിട്ട് ഡയറക്ടറിനോട് പറഞ്ഞു നമുക്ക് പടം ചെയ്യാം. അപ്പം ഇത് ആണെങ്കിലും അല്ലെങ്കിലും തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ നിന്നുപോയ പടം എന്ന് പറയുന്ന ഒരു പേര് ഓൾറെഡി ഇതിന് വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസറാണെങ്കിലും അതിനോടുള്ളൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ വിവേക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഗതി, അതുകൊണ്ട് നമുക്ക് വേറെ പടം ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഫഹദ് ഒരു കഥ വിവേക് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫഹദിനോട് സംസാരിച്ചു. അങ്ങനെ PF മാത്യു സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. PF മാത്യു സാറാണെങ്കിൽ എഴുതുന്നുണ്ടാവാന്ന് പറഞ്ഞ് എനിക്ക് മൂപ്പർ എഴുതിയ സിനോപ്സിസ് കാണിച്ചു തന്നു. വിവേക് എഴുതിയ സിനോപ്സിസ് കാണിച്ചു തന്നു. ആ സാധനം വെച്ചിട്ടാണ് അതിരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വളരെ ലേറ്ററാണ് ഞാൻ അതിന് കോറൈറ്ററായിട്ടൊക്കെ ഞാൻ PF മാത്യൂസിന് അങ്ങനെ ഒരു കോറൈറ്ററിൻ്റെ ആവശ്യം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതിയതല്ല. PF മാത്യൂസ് എഴുതിയതിന് ശേഷം മാത്യു സാറ് വർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോഴേക്കും സാറ് തിരുത്തെഴുത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൊഡക്ഷനും ലീഡ് ആക്ടറിനും ഡയറക്ടറിനും
ഈ പടത്തിന്, അതായത് മറ്റൊരു എസ്റ്റാബ്ലിഷ് സംവിധായകൻ, ഇപ്പം ലിജോ ജോസോ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാവുന്ന പടമാണ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകൻ ആ പടം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കയറണം. അത് ലൈക്ക് മനസ്സിലായില്ല. അത് ഇപ്പം നമുക്ക് EMI പോലെ ഒരു പടം ലിജോ ജോസഫ് ചെയ്തത് കൊണ്ട് നമ്മൾ ആണ് കൂടുതൽ ഇത് ലിജോ ചെയ്ത പടം എന്ന് പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും കൂടി ഉണ്ട്. ഒരു പുതിയ സംവിധായകൻ ഒരാൾ അങ്ങനത്തെ ഒരു പടം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ സ്കെപ്റ്റിക്കലാവും. അത് നോക്കട്ടെ. ലൈക്ക് അതിൻ്റെ ടൊണാലിറ്റി പക്ഷേ ശരിക്കും അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം കാണുന്ന അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിരുന്നു പടം. ഓക്കെ. അപ്പോൾ അതിൽ കുറച്ച് ടോൺ ഡൗൺ ചെയ്യാനാണ് എന്നെ പുള്ളി വിളിച്ചത്, വിവേക് വിളിച്ചത്. അപ്പം PF എന്നെ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട എഴുത്ത് കഴിഞ്ഞു, ഇത് വിവേകിൻ്റെ കഥയാണ്, വിവേകിന് വേണ്ട മാറ്റങ്ങൾ വരുത്താം എന്ന്. ഞാൻ വിവേകിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അത്. വിവേക് പറഞ്ഞിട്ട് എന്ന് PF സാറ് തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഷൂട്ടിനിടയിലിരുന്ന് എഴുതിയ സാധനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കാണുന്ന അതിനേക്കാളും ഗംഭീരമായൊരു അതിരനാണ് PF മാത്യു സാർ എഴുതി വെച്ചിരുന്നത്. ഞാനിവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റുന്നത്. അത് വായിച്ചു സ്ക്രാച്ച് ആദ്യം തൊട്ടേ മാറ്റി എഴുതി. ഞാൻ സ്ക്രാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓർഡർ ഓൾറെഡി സ്റ്റെപ്പ് ഔട്ട് ലൈൻ പോലെ ആദ്യത്തെ സീൻ മുതലുള്ളത് വിവേക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനോപ്സിസ് ഉണ്ട്. അതിൽ നിന്നൊരു സ്റ്റെപ്പ് ഔട്ട് ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഓക്കെ, നിർബന്ധമായും വേണ്ട സീനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എഴുതി. പഴയ രീതിയിലുള്ള എഴുത്ത്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ എഴുതില്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് വെച്ചിട്ട്, കാരണം ഞാനത് എഴുതി തുടങ്ങുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എന്താ എഴുതാൻ പോകുന്നതെന്ന്. വിവേകിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് ഞാൻ അങ്ങോട്ട് പോകുന്നത് 5 ദിവസത്തേക്ക് എന്നോട് പറഞ്ഞു, 3 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ, നീ വാ, നമുക്ക് ഊട്ടിയിലാണ്, നമുക്ക് അവിടെ പോയിരുന്നിട്ട് എഴുതാം, ഒരു 5 സീൻ മാറ്റി എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞു. ശരി, 5 സീൻ മാറ്റി എഴുതാൻ വേണ്ടി ഞാൻ 5 ദിവസത്തെ തുണി കയ്യിലിരുന്നു. വിവേകല്ലേ, ഒരു ദിവസം കൊണ്ട് നിൽക്കേണ്ടി വന്നാലോ എന്ന് എഴുതി. ഞാൻ പിന്നെ കുടുംബം കണ്ടത് 55 ദിവസത്തിന് ശേഷം. മൊത്തം സിനിമ അവിടെ ഇരുന്ന് ഇങ്ങനെ മാറ്റി എഴുതി. പക്ഷെ അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം. മറ്റേ എനിക്ക് ആകെ അതിനകത്തുള്ളൊരു വിഷമം, PF മാത്യു സാറിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചത്, മൂപ്പര് എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഇതിനകത്തൊരു കോമാളിത്തരം ആക്കിയില്ലേ അതിനെന്ന്. ഇങ്ങനെ എൻ്റെ എഴുത്ത് അതിനെ നന്നാക്കിയിട്ടില്ല, മൂപ്പര് എഴുതിയ സ്ക്രിപ്റ്റ് എന്നെ നന്നാക്കിയിട്ടില്ല. അതിനെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതിലൊരു ഭയങ്കര വിഷമമുണ്ട് അതിലെന്ന് പറഞ്ഞൊരു സിനിമയിൽ. പക്ഷെ അതും ഞാനൊരു തിരിച്ചറിവായിട്ട് കരുതുന്നു. ഇനി അങ്ങനത്തെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല എന്നല്ല. മണ്ടത്തരം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായി, ഇങ്ങനെ ഒരു ലൈക്ക് വേറൊരാൾ എഴുതിയെന്നല്ല, സെറ്റിലിരുന്ന് എഴുതുക എന്ന് പറയുന്നത്. സെറ്റിലിരുന്നാണ് എഴുതിയത്. അതൊക്കെ ലെജൻസിന് പറ്റുന്ന പരിപാടിയാണ്, പഴയ പരിപാടി. അതൊക്കെ അവർക്ക് പറഞ്ഞിട്ടില്ല. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിക്കൂടുന്ന പരിപാടിയല്ല. ശ്യാം പുഷ്കരനും ശ്യാം ചെയ്യുന്നുണ്ട്. ശ്യാം ചെയ്യുമ്പോൾ ഇത് ഈ പറയുന്ന ഇവര് നേരത്തെ അതിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്നതാണല്ലോ മറ്റേ ഇവരൊക്കെ. ഞാനിത് പെട്ടെന്ന് അവിടെ ചെല്ലുന്നു, 5 ഇതിന്റെ ഡയലോഗ്സ് മാറ്റണം എന്ന് പറഞ്ഞു വന്നിട്ട് ശ്യാം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എനിക്ക് തോന്നുന്നു അത്ര ധൈര്യത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ കഴിവ് വേണം. അപ്പോൾ ഈ റൈറ്റിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാസ്റ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് രണ്ടും ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അതൊരു എത്ര പേർക്ക് അറിയാം ഈ എഴുത്തുകൊണ്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അറിയാമോ എഴുത്തുകാരനാണ്? കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എഴുത്തുകാരനാണെന്ന് ആരോടും പറയാറില്ല. എഴുതാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടറാണെന്ന് അങ്ങനെയൊന്നും പറയാറില്ല. ആക്ച്വലി ചെയ്യാൻ പോകുന്ന ജോലി അറിയാറുണ്ടോ ആരെങ്കിലും? അത് പിന്നെ അറിയാവുന്നവരുണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. അത് ചിലർ വളരെ സർപ്രൈസിംഗ്, ഭയങ്കരധികം വേറൊരു എഴുത്തുകാരന് നമ്മുടെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് കാസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുള്ള സംഭവം ഉണ്ടാവാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് കമൽ സാർ, ഞാൻ പറഞ്ഞില്ല, ആമി മുതൽ കമൽ സാറിനെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പടം പടയോട്ടം ഇറങ്ങിയതിന് ശേഷം ഞാൻ എവിടെയോ വെച്ചിട്ട് ഇവർ അധികം പേര് നിൽക്കുന്ന സമയത്ത് ഞാനപ്പം സിബി സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിബി മലൻ സാറിൻ്റെ മകൻ ജോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു തിരക്കഥ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത് കമൽ സാർ വന്നു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവരോട് സംസാരിക്കേണ്ടത് എന്നെ കണ്ടാൽ അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സിബി സാറും ഉണ്ട് അവിടെ. സിബി സാർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കമൽ സാറിൻ്റെ പടം ഞങ്ങൾ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ.
അപ്പോൾ പറഞ്ഞു അത്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് ജോയുടെ പടം എഴുതുന്നത് പറഞ്ഞു. ഓ അപ്പോൾ താൻ എഴുതുമല്ലേ എന്നിങ്ങനെ ശിവ സാറ് അല്ല കമൽ സാറ് ചോദിച്ചു. അപ്പോൾ ഇത് അങ്ങനെ ഞാനിത് എഴുതുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും പടയോട്ടം ഇറങ്ങി. ഇറങ്ങിയിരുന്നു. ഓക്കെ. പിന്നെ ഈ അവിടെ മറ്റേ കാസ്റ്റിങ്ങിന് പോകുമ്പോഴേ നല്ല തലവേദനയുണ്ട്. അതിനിടയിൽ ഞാനൊരു എഴുത്തുകാരനാണെന്ന് അവിടെ പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ഇത് പലപ്പോഴും മറന്നു പോകും. ഈ മറ്റേ PR വർക്കിൻ്റെ ഒരു പ്രശ്നം ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനൊരു ഇതുണ്ട്. അപ്രിസിയേഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ലൈക്ക് ശരി തന്നെയാണ്. ഇപ്പം പടയോട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ കാര്യമായാലും എനിക്ക് തോന്നുന്നു ബിസിനസ് വൈസ് എനിക്കറിയില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു രണ്ടും പൊട്ടിയ പടമല്ല, രണ്ടും കാശ് കിട്ടിയ പടം തന്നെയാണ്. പടയോട്ടം ഇറങ്ങുന്ന സമയത്ത് ഇവിടെ 2018 ആ സമയത്ത് പ്രളയം കഴിഞ്ഞ് ഇറങ്ങുന്ന പടങ്ങളിൽ പ്രളയം കഴിഞ്ഞ ഉടനെ അതിന് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം നമ്മൾ ഈ ചില സിനിമകൾ ചിലപ്പോൾ അത്ര ഭയങ്കര ബിസിനസ് ചെയ്തില്ലെങ്കിലും അതെ ആ സമയത്ത് തിയേറ്ററിൽ പോയി കാണാതെ ഇതെന്തുകൊണ്ട് ഹിറ്റായില്ല തിയേറ്ററിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നല്ലേ. ഞാനും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല. പിന്നീട് ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റായില്ല എന്നൊരു ചോദ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ പോയി കാണാത്തത്. അങ്ങനെ സ്വയം അനലിറ്റിക്കലായിട്ട് തോന്നുന്നെങ്കിൽ വിചാരിച്ച് ഇത്ര അതിപ്പം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാനും പറ്റില്ല. അല്ല ഈ മറ്റേ പടയോട്ടം അങ്ങനെ ഓടില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു അയ്യോ ഇത് ഓടണമായിരുന്നു അങ്ങനെയല്ല കേട്ടോ. കാരണം വെച്ചാൽ പ്രളയം കാരണം പകുതി കൂടുതൽ തിയേറ്ററില്ലാത്ത സമയത്താണ് ആ പടം ഇറങ്ങിയിട്ടുള്ളത്. ശരിയാണ്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ ഈ പ്രളയത്തിന് മുകളിൽ സിനിമ കാണാന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെ ഭയങ്കര മോശമാണ്. എന്നാലും 68 ദിവസം മറ്റും ഓടി പടം ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട്, അത് തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ എന്താ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത അങ്ങനെ അത്ര ഫെമിലിയർ അല്ലാത്ത മലയാളത്തിൽ വരുന്ന ഒരു ഗാങ്സ്റ്റർ കോമഡിയാണ് അത്. അപ്പോൾ അത് ആക്ച്വലി എഴുതാനുള്ള ധൈര്യം കിട്ടിയത് ഇവിടെ ഇതിനു ഗംഭീരമായിട്ട് വന്ന് അതായത് പകുതിയിലേറെ പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം ലിജോ ജോസിൻ്റെ ഇത് ഡബിൾ ബാരൽ ഇവിടെ ഇറങ്ങി ആൾക്കാർക്ക് അത് ഇങ്ങനത്തെ ഒരു പടം അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് ഓൾറെഡി ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വഴിയിലൂടെ ഞങ്ങളങ്ങ് പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കിട്ടി. അതിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനും ഹിറ്റായിരുന്നു. ഹിറ്റായതുകൊണ്ടും അതെ പവിഴമഴ ഇപ്പോഴും ഹിറ്റാണല്ലോ. അത് മറ്റേ ഈ മറ്റുമൊക്കെ അതെ അത് ഭയങ്കര ഹിറ്റാണ്. ഇപ്പം മറ്റേ ആട്ടുതൊട്ടിൽ എന്ന് പറഞ്ഞ പാട്ട് ഈ ഇടയ്ക്ക് ഭയങ്കരമായി മറ്റേ ഫാദേഴ്സ് ഡേ അതെ നമ്മളെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് റീലിലൂടെ അറിയിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന പാട്ടാണ് ആട്ടുതൊട്ടിൽ. ഇത് എഴുതിയിട്ട് ആക്ച്വലി റെഡി ആവാത്ത പ്രോജക്ട്സ് അങ്ങനെ വല്ലതും ഉണ്ടോ? ലൈക്ക് മൗണ്ട് ചെയ്ത് റെഡി ആയിട്ടില്ല? ഉണ്ട് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നിർത്തിയിട്ട് പോവുക? അല്ല നിർത്തിയിട്ട് പോയതല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നടക്കാണ്ടിരുന്ന പ്രോജക്റ്റുകളിലൊന്നാണ് ഈ നേരത്തെ ഞാൻ സിബിസാറിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞില്ലേ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം കാനഡയിലാണ്, നിജിത്ത് രാജു ജോൺ എന്ന് പറഞ്ഞാൽ. നിജിത്തിൻ്റെ കഥ നിജിത്ത് ഞാനും കൂടി എഴുതിയിട്ടുള്ള ഒരു തിരക്കഥയുണ്ട്. അതേതാണ്ട് എനിക്ക് തോന്നുന്നു അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നടക്കുമായിരുന്നെങ്കിൽ ആദ്യം നടക്കേണ്ട പ്രോജക്റ്റ്. അത് ഒരു നടനെ കാണുകയും സംസാരിക്കുകയും കഥ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് ഏതാണ്ട് തിപ്പ് തുടങ്ങും എന്നുള്ള നിലയിൽ നിന്നാണ്. പിന്നെ വലിയ പ്രോജക്റ്റാണോ? അതിത്തിരി വലിയ പ്രോജക്റ്റ്. അതായത് വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റാണ്, ആകെ 3-4 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പിന്നെ ഇത് നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. ഒരു ട്രാവൽ ഇത് ഏത് ഒരു സമയത്താണ് ആക്ച്വലി? ഇത് 2016-17 ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് 10-35 കോടിക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം മാർക്കറ്റ് കുറച്ചും കൂടെ വൈഡുണ്ടായി. അപ്പം ഇത് ഇപ്പോഴും പോസിബിൾ ആയിരിക്കും? ഇത് പോസിബിൾ അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊരു പഴഞ്ചൻ സാധനമായിട്ടുണ്ടല്ലോ. ഇത്രയും വർഷമുണ്ട് വീണ്ടും റീവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ചിന്തിക്കണം. കാരണം നമുക്കിത് തൊടുന്ന സമയത്ത് തന്നെ നമ്മൾക്കിത് കാലങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതിനകത്ത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു പുതുമ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. അതാണ് ഒരു സംഗതി. ഇങ്ങനൊരു പടമാണ്. അങ്ങനെ ഏതാണ്ട് 2-3 ഇതിപ്പോൾ തുടങ്ങായിരിക്കും എന്ന് കരുതിയിട്ട് 1-2 കൊല്ലം നീണ്ടു നിന്നു. അത് റോഡ് മൂവി ആയതുകൊണ്ടും കേരളത്തിന് പുറത്തായതുകൊണ്ടും ഒരു മരുഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിലേ പറ്റുള്ളൂ. അത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മിഡ് വരെ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തേക്ക്
ആ സമയത്തേക്ക് ഈ പറയുന്ന ആക്ടർ ഫ്രീ ആവുക എന്ന് പറയുന്നതിൽ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ. അതായത് നമ്മൾ ഈ സീസൺ അതെ എന്ന് പറഞ്ഞാൽ ആടുജീവിതം പോലെ തന്നെ ആ അതെ, ബേസിക്കലി ആ ടൈമിൽ ആ ടൈമിൽ ആക്ടർ ഫ്രീ ആക്ടർ ഫ്രീ ആയിരിക്കണം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മുമ്പേ പ്ലാൻ ചെയ്യേണ്ടി വരും. അതെ, ഇത് എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ സിനിമ നമുക്ക് നീണ്ടു പോകുമ്പോൾ അപ്പോൾ അത് കാരണം വേറെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ? വേറെ അതുപോലെ ഒരു ഫീമെയിൽ സെൻട്രിക് ഒരു സംഗതി മറ്റൊരു സുജിത്ത് എന്ന് പറഞ്ഞ സുഹൃത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1-2 ഇത് എഴുതി തീർത്ത് വെച്ചിട്ട് 1-2 ഡ്രാഫ്റ്റുകൾ എഴുതി തീർത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് സുജിത്ത് വരുമ്പോൾ സുജിത്തിനൊരു ഫീമെയിൽ സെൻട്രിക് പടമായിട്ട് വരുന്ന സമയത്ത് കൈ കൊടുക്കാനുള്ള ഒരു പ്രശ്നം പ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ കറക്റ്റ് കിട്ടാതിരിക്കുക, കറക്റ്റ് ആർട്ടിസ്റ്റിനെ കിട്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് അത് നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഈ പൊതുവെ റൈറ്റിങ് ഇപ്പം നമ്മൾ കാണുന്ന എല്ലാവർക്കും സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം എല്ലാവരും സിനിമയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഞാൻ കാണുന്നതിൽ പൊതുവെ ആൾക്കാർക്ക് എഴുത്തിനോട് വലിയ താല്പര്യം പൊതുവേ ഇല്ല. ഒരു കാര്യം റെഡിയായി വരാൻ ഒരു എഴുത്ത് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതല്ലാതെ ഇതൊരു എങ്ങനെയാണ് അതിനെ നോക്കിക്കാം, അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. എഴുത്തിനോട് താല്പര്യക്കുറവോ അല്ലെങ്കിൽ എഴുത്തിനെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുക, എഴുത്താണ് നമ്മുടെ ഇൻഡസ്ട്രി ആക്ച്വലി ഇങ്ങനെ ആയത്. ഇപ്പോൾ MT സാറ് തൊട്ട് ഇതുവരെയുള്ള എല്ലാവരുടെ അടുത്ത് നോക്കിയാൽ എഴുത്താണ് പാൻ ഇന്ത്യൻ ലെവലിൽ പറയുമ്പോഴും എഴുത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയാണ് ഏറ്റവും സുപ്പീരിയർ എന്നുള്ള രീതിയിലൊരു നാരേറ്റീവ് നടക്കുന്നുണ്ട്. അത് നമ്മൾ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും വോട്ടെവർ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എത്രത്തോളം, കാരണം ധാരാളം പേർക്ക് മലയാളം ഇപ്പോൾ എഴുതാനറിയാത്ത ധാരാളം കുട്ടികളുമുണ്ട്, മംഗ്ലീഷിൽ എഴുതുന്നവരുണ്ട്. എഴുതുന്ന ഒരു പ്രോസസ്സ് അത്ര നമ്മൾ ഏത് അക്ഷരത്തിൽ എഴുതുന്നു എന്നുള്ളത് അത്ര വിഷയം അല്ലെങ്കിൽ കൂടിയും എത്രത്തോളം ഇനിയുള്ള ഒരു കാലത്തിൽ എഴുത്ത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ സർക്കിളിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ എഴുത്ത് എങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുക? അതിനൊരു കമേഴ്ഷ്യൽ വയബിലിറ്റി ആസ് എ സാലറി ആയിക്കോട്ടെ. അല്ല, എഴുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണല്ലോ എഴുത്ത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല താനും സ്ക്രീൻ പ്ലേ നമ്മളെടുത്ത് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഹയർ ബഡ്ജറ്റിന് ഒരു പ്രോപ്പർ ബൗണ്ട് സ്ക്രിപ്റ്റ് വേണ്ടതല്ലേ? കാരണം ഇത്രയും കാശ് നമ്മൾ ഫണ്ട് ചെയ്യുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞ അത് വേണം. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ എഴുതുമ്പോൾ എന്താ പറയുന്ന ഒരു ഇടനാഴിയിലൂടെ ഇയാൾ നടന്നു വന്നു, അങ്ങേയറ്റത്തൊരു പുലി വന്നു നിന്നു, ഈ വന്നു നിന്ന ആൾ പേടിച്ച് തിരിച്ചു പോകുമ്പോൾ മറ്റേ പെട്ടെന്ന് സുനാമി വന്ന് ഇതെല്ലാം എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കാണിക്കാനുള്ള ബജറ്റോ ഞാനിങ്ങനെ വായിത്തോന്ന് വിളിച്ച് പറഞ്ഞതാണ്. എൻ്റെ വിയേർഡായിട്ടുള്ള ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇമാജിനേഷനിൽ എനിക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതൊന്നും കാണിക്കേണ്ട ചിലപ്പോൾ സംവിധായകന് മറ്റൊരു തരത്തിൽ ഇത് പറയാൻ പറ്റും. ഇതൊരു കളക്റ്റീവ് ടീം എഫേർട്ടാണല്ലോ സിനിമ. ഞാൻ എഴുതി വയ്ക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല സിനിമ. സംവിധായകൻ്റെ വിഷനുണ്ട്, ഈ പറയുന്ന ആക്ടറും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു ഈ എഴുതി സംവിധാനം ചെയ്യുന്നവരുടെ എണ്ണം കുറവ്. അതെ, ബാക്കി തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡത്തിലേക്കും ഒക്കെ തന്നെയും അവരിപ്പോൾ എഴുതി സംവിധാനം ചെയ്യുന്നവരാണ്, സംവിധായകർ എഴുതുന്നവർ തന്നെയാണ്. അപ്പം ഇത് മാറി. അപ്പം പണ്ട് മുതലേ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ എഴുത്തുകാർ വേറെ തന്നെ ദാമോദരമാഷും നല്ല കാര്യമാണോ? അതുകൊണ്ട് ജീവിച്ചു പോകുന്നത് കൊണ്ട് അതിനെ തള്ളി പറയാൻ പറ്റില്ല. ചില്ലറ തടയുന്ന പരിപാടി തന്നെയാണ്. പിന്നെ ഒരു സംവിധായകൻ എഴുതുന്നതും സംവിധായകന് വേണ്ടിയിട്ട് എഴുതുന്നതും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്രമൈസിങ്ങും റൈറ്റേഴ്സ് ആയില്ലേ. കാരണം ഡയറക്ടേഴ്സിന് വേണ്ട സാധനം നമ്മൾ എഴുതി വയ്ക്കും, പിച്ചിങ്ങിന് പോകുമ്പോൾ പ്രൊഡ്യൂസർ വേറൊരു കാര്യം പറയും, ആക്ടേഴ്സിന് ചിലപ്പോൾ ചിലത് വർക്ക് ചെയ്യില്ല. അപ്പം എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക റൈറ്ററും. അതായത് ഇവർക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഇവിടെ ഈ സീൻ ചേഞ്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഡയലോഗ് ഇവിടെ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ഈ ഡയലോഗ് വേണ്ട, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് വേണ്ട എന്ന് പറയും. അപ്പം പൊതുവേ സ്ക്രീൻ പ്ലേയിൽ ഒരു സീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ താഴത്തെ 8ാമത്തെയോ 10ാമത്തെയോ സീനും കൂടെ മാറ്റേണ്ടി വരും. ഇതെല്ലാം ചങ്ങല പോലെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫേർട്ടും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും. അതെ, സിനിമയ്ക്ക് മുമ്പ് ആ എഫേർട്ട് ഇടുന്ന ആള് റൈറ്റർ തന്നെ ആയിരിക്കും. അതിനുള്ള ഒരു റെമ്യൂണറേഷനും മറ്റും കോമ്പൻസേഷൻ അങ്ങനെ ഇപ്പോഴൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അതിപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ്, ജാവേദ് അക്തറും ഒക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഏതൊരു റൗണ്ട് ടേബിൾ ഇതിൽ ഒരു ഹിന്ദി
പറഞ്ഞിരുന്നു, ഒരു സ്റ്റാർ തന്നെ, ഇങ്ങനെ രൺബീർ കപൂർ ആണെന്ന് തോന്നുന്നു, പറഞ്ഞിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ റൈറ്റേഴ്സിന് കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുക്കണം, കുറച്ചും കൂടി സാലറി കൊടുക്കണം എന്നുള്ളത്. അത് അവർ ഡിസേർവ് ചെയ്യുന്നത് കിട്ടുന്നില്ല. പക്ഷെ അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്നുണ്ട്. ഇപ്പോൾ അത് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ 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 മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. പക്ഷേ അതിൽ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇതിൽ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ്, നമ്മളൊക്കെ വെൻറേറ്റ് ചെയ്തിട്ടുള്ളൊരു കാലം 2009 ആ ഒരു 10 കാലഘട്ടത്തിൽ ആ സിനിമകളൊന്നും ചിലപ്പോൾ ഹിറ്റ് ആവണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ഇന്നത്തെ പുതിയ ഏജൻസി പിള്ളേർക്ക് അത് ചിലപ്പോൾ 1-2 സിനിമകൾ, ഇപ്പോൾ ദേവ് ഡി ആണ് അനുരാഗ് കശ്യപ് ആക്കിയത്. പക്ഷെ നോ സ്മോക്കിങ്ങും നമ്മൾ തിയേറ്ററിൽ പോയി കിട്ടിയിട്ടുണ്ട്. ഓയെ ലക്കി ഓയെ ദിവാകർ ബാനർജിയുടെ, അതുപോലെ തന്നെ ഏക് ചാലിസ് കി ലാസ്റ്റ് ലോക്കൽ, അന്ന് എനിക്ക് തോന്നുന്നു UTV സ്പോട്ട് ബോയ് എന്ന് പറയുന്നത് ഫിലിംസ്. എനിക്ക് അത് പക്ഷെ ആ ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ വാർ 2 ഒക്കെ ഇഷ്ടപ്പെടുന്നവർ കാണും. ബട്ട് എങ്കിലും ഈ വലിയൊരു ബൊണാൻസ, യഷ്രാജ് പോലും ആക്ച്വലി ആ ടൈമിൽ നല്ല പടങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. വണ്ടി ഓർ ബബ്ലിയൊക്കെ അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഇത് വീണ്ടും അത് റൈറ്റേഴ്സ് ഇല്ലാത്തൊരു ഇൻഡസ്ട്രി എന്നാണ് പൊതുവേ ഹിന്ദിയിൽ. എനിക്കങ്ങനെ തോന്നുന്നില്ല. പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ഇപ്പോഴും അവിടെ നല്ല റൈറ്റേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ OTT പ്ലാറ്റ്ഫോംസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സീരീസ് വരുന്നത് ഇതുവരെ ടിൽ ഡേറ്റ് ഏറ്റവും നല്ല സീക്രട്ട് ഗെയിംസ് ആയിക്കോട്ടെ, കാലാപാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലാക്ക് വാറൻറ്റോ ട്രയൽ ബൈ ഫയറോ ഏതും ആയിക്കോട്ടെ, ഇതിലെല്ലാം നല്ല കോണ്ടന്റ് സീരീസ് വൈസ് റൈറ്റിങ്ങും വരുന്നത് അത് ഉറപ്പായിട്ട് ഹിന്ദി തന്നെയാണ്. അങ്ങനെ സിനിമയിൽ എത്തിക്കുമ്പോഴേക്കും അത് ഭയങ്കര ഫ്ലിപ്പാവുന്നു. അപ്പം അത് ബേസിക്കായിട്ട് അങ്ങനെ സീരീസിന് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ റൈറ്റിംഗ് ഭയങ്കര ഫാർ സുപ്പീരിയർ ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റിംഗ് ഇൻ ഇന്ത്യൻ. നമുക്ക് തോന്നാം നമ്മൾ മലയാളികളാണ്, നമുക്ക് നമ്മളെപ്പറ്റി നല്ല കാര്യം ആണത്. ഇപ്പം നമ്മൾ ഈ പുറമേ നിന്നിട്ട് ഇടയ്ക്ക് മറ്റേ രാജീവ് മസന്തും അല്ലെങ്കിൽ മറ്റേ ഭരദ്വാജ് രംഗനും അല്ലെങ്കിൽ അനുപമ ചോപ്രയൊക്കെ അനുപമ ചോപ്ര ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മളെന്താ തിന്നുന്നത് കുടിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ അവർ നല്ല സിനിമകൾ മലയാളത്തിലൊന്നും നല്ല സിനിമകൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കന്നഡ നല്ല ഇൻഡസ്ട്രി അല്ലേ, നമ്മൾ കന്നഡത്തിൽ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നല്ല സിനിമകൾ കാണുന്നുണ്ട്. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. കൊറിയൻ നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് കൊറിയൻ നല്ല സിനിമകൾ കാണുന്നുണ്ട്. അവിടെ ഇറങ്ങുന്ന മെയിൻ സ്ട്രീം സിനിമകൾ വേറെ കുറേ ഉണ്ട്. മീഡിയോക്രിറ്റി എല്ലായിടത്തും നിലനിൽക്കുന്ന, നമുക്കിത് വളരെ ക്ലോസർ ഇതായിട്ട് വ്യൂ ഉള്ളത് കൊണ്ട് ഇവിടെ ഇറങ്ങുന്ന മോശം സിനിമകളും നമ്മൾ കാണുന്നുണ്ട്. കുട്ടി ഘോഷിച്ച് വന്ന് മറ്റേ കാശുണ്ടാക്കി പോയിട്ടും മോശമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സിനിമകളുണ്ട്. എന്നാൽ ചില മോശം സിനിമകൾ ഇവിടെ വിജയിക്കുകയും അക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈയൊരു മാറ്റം നമുക്കിവിടെ നല്ല സിനിമകൾ ഉണ്ടാവുന്നത്. ഇപ്പം മറ്റേ UTV സ്പോട്ട് ബോയുടെ കാര്യം പറഞ്ഞ പോലെ ഇന്നില്ല. അതുപോലെ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അതേ സ്പോട്ട് ബോയ് ലീഡ് ചെയ്യുന്ന ആളാണ് സിദ്ധാർത്ഥ് കപൂർ ആണെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥ് കപൂർ. പക്ഷെ സിദ്ധാർത്ഥ് കപൂർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ടൈപ്പ് പടങ്ങളാണ്. അതായത് അത് ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ്. ഇതിപ്പോ പണ്ടൊരു 5 കൊല്ലം 10 കൊല്ലം കൊണ്ടൊക്കെ വരുന്ന ഒരു മാറ്റം ഈ കൊറോണയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വന്നു. ഒന്ന് നമ്മൾ ഈ ഭയങ്കര ഒരു എക്സ്പോഷർ ഈ അന്യഭാഷാ സിനിമകളിലേക്ക്, അതെ നെറ്റ്ഫ്ലിക്സും ഈ OTTസിന്റെ വരവ്. കൊറോണ വന്നില്ലെങ്കിൽ OTT ഒക്കെ ഇപ്പൊ ഒന്ന് പയ്യെ വന്ന് കയറുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒരു വരവ് പെട്ടെന്നാക്കി. അപ്പം ഇവിടെ നല്ല സിനിമകൾ ഏറെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന അറിയാതെ പോകുന്ന ഇവിടെ ഇപ്പോൾ നമ്മൾ മനോരമയിലും സൈനയിലും ഒക്കെ വന്ന് ചെറിയ ചെറിയ പടങ്ങൾ, ഇപ്പോൾ ഔസേപ്പിൻ്റെ ഒസിയത്ത്, ഇല്ലെങ്കിൽ പിന്നെന്താ നാരായണിയുടെ മൂന്നാൺമക്കൾ എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ട്. ഈ സിനിമകളൊക്കെ ആൾക്കാർ കാണുന്നത് വളരെ കുറവാണ്. ഇത് പിന്നെ ടെലിഗ്രാമിലൊക്കെ വന്നിട്ടായിരിക്കും ആൾക്കാർ കാണാം. എന്നിട്ടും പറയും, നേരത്തെ പറഞ്ഞ പോലെ അയ്യോ ഇതൊന്നും തിയേറ്ററിൽ വർക്കായില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കണം, അതൊരു ആഘോഷ പടങ്ങളായിരിക്കണം, സെലിബ്രേഷൻ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അത് ടിക്കറ്റ് പ്രൈസും കൂടെ ഒരു വലിയ ഫാക്ടർ. അത് വലിയൊരു ഫാക്ടറാണ്. കാരണം ഹൈദരാബാദിൽ ഐമാക്സിൽ പടം കാണാൻ നമ്മൾ 160 രൂപ കൊടുത്താൽ മതി. 160 രൂപ, 200-160 രൂപയുടെ ഇടയിലാണ്. അത് അത്രയും ഉണ്ടാവും. ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളെ കയറണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് വരാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാവണം. ഞാനൊരു 1000 രൂപ മുടക്കി ഒരു പടം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് മുടക്കുന്ന കാശ് മാത്രമല്ല, നമ്മളെനിക്ക് ബുക്ക് മൈ ഷോയിലൊക്കെ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും 1500 വരും. ഐ വോണ്ട്
കംപ്ലീറ്റ് ബെനിഫിറ്റ് ഓഫ് ദാറ്റ് 1500. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മോശം സിനിമകളോട് അറ്റാക്ക് വരുന്നത്. നമ്മൾ കൊന്നു തിന്നുന്നത് അതുകൊണ്ടും കൂടെ, ആവറേജ് സിനിമകളോട് പോലും. അതാണ് എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് നമ്മളൊരു കുറച്ചൊരു ഫൊർഗിവിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, കുറച്ചും കൂടെ എമ്പതി ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം പ്ലാറ്റ്ഫോം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടി നമുക്ക് ചില സമയത്ത് ഞാൻ ആലോചിക്കും, നമുക്കൊരു ഒരു ചെറിയ ഒരു കുഴപ്പമില്ലാതെയൊക്കെ വിടാമെന്ന് തോന്നുന്നു. പക്ഷെ അപ്പം നമ്മൾ ഈ പ്രശ്നം ടിക്കറ്റ് പ്രൈസിന്റെ കേസാണ്. ടിക്കറ്റ് പ്രൈസ് ഇത്രയും കൊടുക്കുന്നെങ്കിൽ നമുക്കത് ലാഭം വേണമല്ലോ. അതെ, തീർച്ചയായിട്ടും കൊടുക്കുന്നതിലുള്ള മൂല്യം. ഇൻഫാക്ട് ചില ഇഷ്ടമുള്ള പടം പോലും 100% ഒരു 90% എത്തിയിട്ട് നമുക്ക് 100% എന്ന് പറയാൻ പറ്റാത്തത് ഇത്രയും കാശ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു, ഞാൻ പടങ്ങളുടെ പേര് പറയുന്നത് മനസ്സിലായി. ചില പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, പിന്നീട് അത് കാണുമ്പോൾ ഇതും കൊള്ളാം, ഞാൻ തിയേറ്ററിലും പോയി കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോകുമ്പോൾ ആ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടിയിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ അല്ല, പാടനബിളാണ്, കുഴപ്പമില്ലാതെയൊക്കെ വർക്കാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ടിക്കറ്റ് പ്രൈസിൻ്റെ കേസാണ്. ഒരു ഷോയിൽ ഫാമിലി ആയിട്ട് പോയി കഴിയുമ്പോൾ പോപ്കോൺ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ലൈഫ് ടൈം ആണല്ലോ. അപ്പോൾ ആ ഒരു 1500 അടുപ്പിച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു 1500 അല്ലെങ്കിൽ 1000 എങ്കിലും തിരിച്ചു കിട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും തിരിച്ചു കിട്ടിയെന്നൊരു തോന്നലെങ്കിലും വേണമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എഴുതുന്നുണ്ടോ? എഴുത്തുണ്ട്, കംപ്ലീറ്റ്ലി എഴുത്തിലോട്ട് ഫോക്കസ്ഡ് ആണ് കറൻ്റ്ലി. അങ്ങനെയാണ് ഈ പറയുന്ന, അത് ഇത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ചധികം അസൈൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്, റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ്. അതിലൊരു സീരീസ് ഉണ്ട്, അതൊരു 9 പാർട്ട് സീരീസ്, ഒരു ത്രില്ലറാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി തീർത്തു വച്ചിരിക്കുന്നു. പിന്നെ 2-3 സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സിനിമകൾ എഴുതി അതും ഈ പറയുന്ന കഥകൾ തീർക്കുകയും ഒന്നിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിലേക്ക് കഴിയാനൊക്കെ ആകുന്നു, മറ്റൊരാളുടെ കഥ തീർത്തു വച്ചിരിക്കുന്നു, പിച്ചിങ് നടന്നു പോരുന്നു. പിന്നെ സംവിധാനമോഹമുണ്ട്, അത് സംവിധാനമോഹമാണുള്ളത്. അതിനു വേണ്ടി മറ്റ് ഡിസിപ്ലിൻസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എഴുത്തും എഡിറ്റിങ്ങും ബാക്കിയെല്ലാം തുടങ്ങിയതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ അതും ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ താങ്ക് യു, നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു. അപ്പോൾ ഇനിയും നമ്മൾ വിളിക്കാം. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ഒരു പടമൊക്കെ ചെയ്ത് കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പടം നടന്നാൽ ഉടനെ വിളിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് വിളിക്കാം നിങ്ങൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.